ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം, നമുക്കെല്ലാവർക്കും ഇലക്കറികൾ ഇഷ്ടമാണ്. അതിൽ നമ്മളെല്ലാവരും ചീരച്ചേമ്പ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മിക്ക വീട്ടിലും ചീരച്ചേമ്പുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വയലറ്റ്, ചിലർ നീലയെന്ന് പറയും, നീല കളറിലെ ചീരച്ചേമ്പിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ടൈപ്പ് ചീരച്ചേമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളിത് നേരത്തെ തൊട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് മിക്കയിടത്തും ഉണ്ട്, ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. കാരണം ഇത് കൊണ്ട് നട്ട് വെക്കും, ഇതിൻ്റെ ചോട്ടിൽ വലിയ കിഴങ്ങുകളൊന്നും ഉണ്ടാവത്തില്ല. അന്നേരം ആളുകൾ ഇത് പറിച്ചു കളയും. ഇത് ചീരച്ചേമ്പായതുകൊണ്ടാണ്. എന്നാൽ ഇത് വളരെ കുറച്ച് കിഴങ്ങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് ഒരുപോലെ തോരൻ വെക്കാനായിട്ട് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, എന്നെക്കാട്ടിലും ഉയരത്തിൽ. മാത്രമല്ല ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതിനും ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ ഏകദേശം 7 മാസമായി ഇത് കൊണ്ടുവന്നതേ. കണ്ടോ, ഇവിടെ ഒരു നമ്മുടെ ടയറ് ഒരു ചെടിച്ചട്ടി പോലെ ആക്കിയിട്ട് അതിനകത്താണ് നമ്മളിത് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഇളം തണ്ടും ഇളം ഇലയുമാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. അന്നേരം ഈ വെയിൽ സമയമാകുമ്പോൾ, അതായത് കടും വേനൽ സമയമാകുമ്പോഴത്തേന് നമ്മൾ സാധാരണ ചീരച്ചേമ്പ് കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് അത് ഉണങ്ങിപ്പോകാറുണ്ട്. അതിൻ്റെ വേരും അതിൻ്റെ ചെറിയ കിഴങ്ങുകളും അവിടെ കിടക്കും. അതിൽ നിന്ന് പിന്നെയും മഴ വരുമ്പോൾ പൊട്ടിക്കിളുത്താണ് വരുന്നത്. എന്നാൽ നമുക്കിതുണ്ട് ഇതുപോലൊരു ടയറിനകത്തോ ചെടിച്ചട്ടിക്കകത്തോ ചാക്കിനകത്തോ നമ്മളിങ്ങനെ നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ചീരച്ചേമ്പിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് വേരിൽ നിന്ന് തൈ പൊട്ടി നമ്മുടെ മറ്റേ പച്ച കളറിലെ ചീരച്ചേമ്പ് പോലെ തന്നെ വേരിൽ നിന്ന് തൈ പൊട്ടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുതിയതായിട്ട് പൊട്ടി വരുന്ന തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ്. പച്ച കളറിലെ ചീരച്ചേമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിൻ്റെ ചുവട്ടിൽ കണ്ട് ഈ ഇലയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കട്ട പോലെ ഇങ്ങനെ ഉണ്ടാവും, ഒരു മുഴ പോലെ അവിടെ ഇവിടെയും കാണും. എന്നാൽ ഈ വയലറ്റ് ചേമ്പിന് അങ്ങനെ ഉണ്ടാവത്തില്ല. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇതിൽ കിഴങ്ങ് വളരെ കുറവായിരിക്കും. അപ്പോൾ സാധാരണ നീലച്ചേമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചേമ്പ് വർഗ്ഗങ്ങൾ എവിടെ കൊണ്ടിട്ടാലും ചെറുതായിട്ടാണെങ്കിലും കിളുത്ത് വരും. നല്ലതായിട്ട് കിഴങ്ങ് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ വളങ്ങൾ ചെയ്ത് വേണം നടാനായിട്ട്. ഇത് നമ്മൾ എത്ര വളങ്ങൾ കൊടുത്ത് നട്ടെന്ന് പറഞ്ഞാലും ഇതിലെ കിഴങ്ങുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മളിത് തോരൻ വെക്കാൻ എടുക്കുന്നത് ഇത് കണ്ടോ, ഇതൊക്കെ ഒത്തിരി പിഞ്ചായിട്ട് ഇല വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതുണ്ട്, ഇത് എടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതെടുക്കുമ്പോഴത്തേന് ഇതും കട്ടായിപ്പോവും. നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കുവേ. എന്നിട്ട് ഇത് നമുക്കെടുക്കാം. ഇത് വലിയ മൂപ്പില്ലാത്തതാണ്. അതായത് നമ്മുടെ മുന്തിരിയുടെയൊക്കെ പുറത്തെ പൊടി പോലെ തന്നെ ഇതിൻ്റെ പുറത്തും ഉണ്ട് പൊടി. ഇത് നമുക്ക് പരുവത്തിന് ഉള്ളതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് കുറച്ച് മൂത്ത് പോയതാണ്. ഇത് എടുക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുക്കുമ്പോൾ അതേണ്ട കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ ചരിച്ച് കട്ട് ചെയ്താണ് എടുക്കുന്നത്. കണ്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ തോരന്. അതുപോലെ നമുക്കറിയാം, പച്ച ചീരയുടേത് നമ്മൾ വെക്കുമ്പോൾ ഒരു കൂമ്പിൻ്റെ ടേസ്റ്റൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇതിനകത്ത് അയണിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലും ഉണ്ട്. അതാണ് പച്ച ചീരച്ചേമ്പിൽ നിന്ന് ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലയും തണ്ടും നമുക്കെടുക്കാം. ഇതുപോലത്തെ ഒരു 2 പേരൊക്കെ ഉള്ള വീട്ടിലാണ് ഇതുപോലെ ഒരൊറ്റ തണ്ട് മതി നമുക്ക് കറി വെക്കാൻ എടുക്കാനായിട്ട്. ഞാനിത് എടുക്കുന്ന രീതി കാണിച്ചു തരാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ തൊലി നമ്മളിതുപോലെ ഉരിഞ്ഞെടുത്ത് കളയുവേ. നല്ല രീതിയിൽ അയൺ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇലവർഗ്ഗങ്ങളിലും വൈറ്റമിൻസ് ഒരുപാടുണ്ട്. കൂട്ടത്തിൽ ഈ നീല ചേമ്പിനകത്ത് അയണും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ തോരൻ വെക്കുമ്പോഴത്തേന് വളരെ ചെറുതായിട്ട് കൊത്തി അരിയുവാണെങ്കിൽ ഇത് അളിഞ്ഞു പോകും. എന്നാൽ അതേണ്ട ഇത് ഈ ഒരു വലുപ്പത്തിൽ, നമ്മൾ പണ്ട് തീയലൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ ഒരു വലുപ്പത്തിൽ തീ എടുത്തിട്ട് ഇത് 3-4 ആയിട്ടാക്കി ചെറിയ കഷ്ണങ്ങളാക്കി തീയലിന് അരിഞ്ഞെടുക്കാറുണ്ട്. ആ രീതിയിലെടുത്ത് നമ്മളൊന്ന് തോരൻ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അതുപോലെ തന്നെ ഇലത്തോരനുകൾ നമ്മൾ വെക്കുമ്പോഴത്തേന് ഞങ്ങളിവിടെ ജീരകം ചേർക്കാറില്ല. ജീരകം ചേർക്കാതെ തോരൻ വെക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കാറുമില്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഈ അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് കുഴഞ്ഞു പോയിട്ട് രുചിയിൽ വ്യത്യാസം വരുന്നത്.
അപ്പം ഇതിൻ്റെ ഇതുപോലെയുള്ള ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രഷ് ആക്കി എടുത്തിട്ട് വേണം തോരൻ വെക്കാൻ. അല്ലാതെ വെക്കുന്നവരും ഉണ്ട്, പക്ഷെ അന്നേരം നമുക്ക് ഈ തോരൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കടിക്കുന്നത് പോലെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ തോരൻ വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇലയും നമുക്കെടുക്കാം. ഇല മാത്രമായിട്ടും തണ്ട് മാത്രമായിട്ടും എടുത്ത് നമുക്ക് തോരൻ വെക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഏത് രീതിയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് തോരൻ വെക്കാൻ തണ്ട് ഇത്രയും മാത്രം മതി. ഇതാണ് ഞങ്ങൾ ഇന്ന് തോരൻ വെക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇലക്കറികൾ കൂട്ടുന്നത് ഏറ്റവും നല്ലതാണ്. ഇതുപോലെയുള്ള ചെടികൾ നമുക്കുണ്ടെങ്കിൽ എത്ര വില കൂടുതലുള്ള പച്ചക്കറിക്കൊക്കെ ഇപ്പം നല്ല വിലയല്ലേ, എത്ര വില കൂടുതലാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ നീല ചേമ്പിനെ പറ്റി എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഒരു 5-6 മാസമായാലും ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട്. എന്നാൽ നേരത്തെ തൊട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.